ഹലോ ഗായ്സ്, അങ്ങനെ ചേട്ടായി വാഴക്കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മൂന്നാമത്തെ വാഴക്കുഴിയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇതാണ് ഞാലിപ്പൂവ്. ഇതെടുത്തു. അതിന് ശേഷം ചേട്ടായി അവിടെ ആ സൈഡിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെങ്കതളി. അങ്ങനെ 2 വാഴക്കുഴി എടുത്തു. മൂന്നാമത്തെ ഇതാണ് ഏത്തവാഴ. ഏത്തവാഴയ്ക്കുള്ള കുഴിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു 3 അടി കുഴിയിലും വേണം. ആൾക്ക് പറ്റുമോ എന്നറിയില്ല, എന്നാലും ആൾ കുറേയൊക്കെ പരിശ്രമിച്ചെടുക്കുന്നുണ്ട് കുഴി നന്നായിട്ട്. അതുപോലെ ഇത് കണ്ടോ, ഈ മുളക് പൂ ഇട്ടിട്ട് കുറേ ആയി. ഇതുവരെയായിട്ട് ഇതിനകത്തുനിന്നൊരു കായ് പോലും ഉണ്ടായിട്ട് മുളക് പോലും ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ട് ഗൈസ്, ഇതാണ് ഇവിടുത്തെ പ്ലാവ് കേട്ടോ. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒരെണ്ണമുണ്ട്. നിറച്ച് ഇടിഞ്ചക്ക പോലെ ആയിട്ടുള്ളൂ. ഇടിഞ്ചക്കയുടെ വലിപ്പമായിട്ടുള്ളൂ നിറച്ചും കണ്ട. അപ്പം അങ്ങനെ ചേട്ടായി കുഴി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഏത്തവാഴ ഇതിനകത്ത് കൊണ്ടുപോയി വെക്കാം കേട്ടോ. ആൾ നല്ല ടയേർഡാണ്. കുറച്ച് കഴിഞ്ഞിട്ടൊരു ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ആൾ എടുക്കാമെന്നാണ് പറയുന്നത്. നല്ല മടുത്തു ആൾ. അപ്പോൾ ആളിങ്ങനെ കുറച്ചിങ്ങനെ റെസ്റ്റിലിങ്ങനെ ചാരി നിൽക്കുകയാണത്. അതുപോലെ ഗൈസ്, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കപ്പളങ്ങ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് മുറിച്ച് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കുരു കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഗൈസ് കുഴിയൊക്കെ എടുത്തു. അപ്പം ഇനി അതിനകത്ത് ആദ്യം കക്കപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ ഉണക്ക ചാണകപ്പൊടി ഇടും കേട്ടോ. അതിന് കുറച്ച് ചപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത്തിരി ഒന്ന് നനച്ച് കഴിഞ്ഞിട്ട് 1 കപ്പ് വെള്ളം 2 കപ്പ് വെള്ളമൊക്കെ വെച്ച് ഒന്ന് നനച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ വാഴ വെക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൊച്ചിനെ കുളിപ്പിക്കാനായിട്ട് ഇപ്പോൾ ചെക്കന് 2 മാസമായി. അപ്പോൾ അവന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഞ്ഞാന്ന് പറയും. ഇത് കണ്ടിട്ടുള്ളവരൊക്കെ എന്നുള്ള ഈ ചെടിയെക്കുറിച്ച് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചാണകപ്പൊടി ഇട്ട് നമ്മൾ കുറച്ച് കരിയില വാരിയിടും. കരിയില വാരിയിട്ട ശേഷം 2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാഴ വിത്ത് വെക്കും കേട്ടോ. അങ്ങനെ ചേട്ടാ ഇത് അവിടെ നിന്ന് കരിയില വാരിക്കൊണ്ടുവരികയാണ്. കരിയില വാരിക്കൊണ്ടുവന്നിട്ട് അവിടെ കുറച്ച് കരിയില കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കരിയിലൊക്കെ വാരിക്കൊണ്ടുവന്ന് ഇതിനകത്തിട്ട് നമ്മൾ 2 കപ്പ് വെള്ളമൊക്കെ ഒഴിക്കുക. വെള്ളം ഒന്ന് തെളിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് ആ വാഴവിത്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കും. പിന്നെയും ചാണകപ്പൊടി ഇടുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ആദ്യത്തെ 2 വാഴയിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ 2-3 പ്രാവശ്യമായിട്ട് ഇടണമെന്നാണ് പറയണത്. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും കരിയില ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി നമ്മളിനി വാഴവിത്ത് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇനി മണ്ണ് ഇടുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ കരിയിലയുടെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടു. മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീണ്ടും കുമ്മായപ്പൊടി ഇടുകയാണ്. കുമ്മായപ്പൊടി ഏറ്റവും വലിയ വളം. കക്കപ്പൊടി അതിനുശേഷം വാഴവിത്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ വാഴവിത്തിൻ്റെ ആ ബ്ലാക്ക് കളറിലുള്ള ആ കവറ് നമ്മൾ അഴിച്ച് മാറ്റും കേട്ടോ. അതിപ്പോൾ മുറിച്ച് മാറ്റുകയാണ്. നേരാക്കല്ല, ചെറുതായി തിരിച്ച് വെക്കണം. എന്നാലേ പിടിക്കുള്ളൂ. അങ്ങനെ ചെറുതായിട്ട് വാഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെരിച്ച് വെച്ചിട്ടുണ്ട്. ആ വാഴയുടെ മണ്ണ് ഇതൊന്ന് ഇളക്കി കളയണ്ടേ, ഇളക്കി പൊടിച്ചിടണ്ടേ ആ കട്ടിയുള്ളത്. അങ്ങനെ നമ്മൾ 3ാമത്തെ ഏത്തവാഴയും കൂടെ വെച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഗൈസ് ഇതുണ്ടോ, നല്ല മൂടി നിൽക്കുകയാണ്. നല്ലൊരു മഴ വരുന്നുണ്ട്. ചെറിയ ഇടിയൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ. നല്ല മിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ പതിവില്ലാണ്ട് ചിലവരൊക്കെ വാഴക്കൃഷി നടന്നുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു മഴ മൂടലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഗൈസ് ഇതുണ്ട്, വീണ്ടും ചപ്പിട്ട് ചാണകപ്പൊടി പിന്നെ ഇട്ടു, മണ്ണിട്ട് നമ്മളിത് വാഴ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. വാഴത്തൈ ഒന്ന് നമ്മൾ നനച്ചൊക്കെ കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇച്ചിരി റിസ്ക് ഉള്ള പണിയാണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പഴയ വീടിൻ്റെ വേസ്റ്റൊക്കെ ഇടയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി, കല്ലും വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം മണ്ണിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പണിയുണ്ട് കേട്ടത്. അപ്പോൾ ആളിങ്ങനെ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ മണ്ണ് മാത്രമായിട്ട് എടുത്ത് പൊടിച്ചിടണമല്ലോ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.